സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളെ തെരഞ്ഞെടുക്കാനുള്ള മാള പഞ്ചായത്ത് ഭരണസമിതി നീക്കത്തിൽ കോൺഗ്രസിനും ബിജെപിക്കും നേട്ടം. ഇരുവർക്കും ഓരോ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരെ ഇനി തെരഞ്ഞെടുക്കാനാകും. നിയമാനുസൃത തെരഞ്ഞെടുപ്പിൽ പങ്കുവെപ്പ് നീക്കം പരാജയപ്പെട്ടതോടെ കോൺഗ്രസ് ബിജെപി കൂട്ടുകെട്ട് നടന്നെന്ന ആരോപണവുമായി ഭരണകക്ഷിയായ LDFും രംഗത്തെത്തി. മാള പഞ്ചായത്തിലെ വനിതാ സംവരണ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും ബിജെപിക്കും നേട്ടം. നിലവിൽ 21 അംഗങ്ങളുള്ള പഞ്ചായത്ത് ഒരംഗത്തിന്റെ മേൽക്കോയ്മയിൽ LDF ആണ് ഭരിക്കുന്നത്. 9 അംഗങ്ങൾ LDFിനും 8 അംഗങ്ങൾ UDFിനും 4 അംഗങ്ങൾ ബിജെപിക്കുമാണുള്ളത്. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്കുള്ള അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ UDFിന് 11 വോട്ടും LDFിന് 9 വോട്ടും ലഭിച്ചു. ഒരു കോൺഗ്രസ് അംഗത്തിന്റെ വോട്ട് അസാധുവായി. അങ്ങനെ വികസനകാര്യത്തിൽ കോൺഗ്രസ് അംഗങ്ങൾക്ക് ആധിപത്യമായി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് 10 വോട്ടും LDFിന് 9 വോട്ടും UDFിന് 2 വോട്ടും വന്നതോടെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ബിജെപി നയിക്കും. നിലവിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനങ്ങളായ വികസനവും ആരോഗ്യവും കോൺഗ്രസിനും ക്ഷേമകാര്യം ബിജെപിക്ക് ലഭിക്കാനാണ് സാധ്യത. പഞ്ചായത്തിൽ നടന്നത് കോൺഗ്രസ് ബിജെപി അവിശുദ്ധ കൂട്ടുകെട്ടാണെന്ന് CPI നേതൃത്വം ആരോപിച്ചു. ഇത് ഏറ്റവും പ്രതിഷേധാർഹമാണ്, ഏറ്റവും വഞ്ചനാപരമാണ്. എങ്ങനെയും അധികാരം പിടിച്ച് ഇവിടെ എന്തെങ്കിലും എടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ശോഭന ഗോകുൽനാഥ് മറ്റേ അസാദ് വയ്ക്കൊരു വോട്ട് അവരെ ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തത്. രണ്ടാമത്തെ മറ്റേ ക്ഷേമകാര്യ വനിതയിലേക്ക് തെരഞ്ഞെടുപ്പിൽ ഭീഷണിപ്പെടുത്തി വോട്ട് ചെയ്യിപ്പിക്കുന്നത്. അവരൊരു സ്റ്റാൻഡ് എടുത്തത് നല്ലൊരു ജനാധിപത്യ ബോധം ഉള്ളതുകൊണ്ടാണ് അവർ ആ സ്റ്റാൻഡ് എടുത്തത്. അതുകൊണ്ട് അവരെ ഭീഷണിപ്പെടുത്തി ഇവിടെ വോട്ട് ചെയ്യിപ്പിക്കുകയാണ് ഉണ്ടായത്. അത്തരത്തിലുള്ള പ്രവർത്തനമാണ് ഇവിടെ ഇന്നത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ വനിതാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്നത്. അത് പ്രതിഷേധകരമാണ്, ഖേദകരമാണ്. മറ്റത്തൂർ മോഡൽ തന്നെയാണ് ഇവർ ഈ കേരളത്തിൽ ഇത്തരത്തിലുള്ള ആവശ്യത്തെ കൂട്ടുകെട്ടുകൊണ്ടാണ് ഈ കോൺഗ്രസ് ഇല്ലാതെ കഴിയുമ്പോൾ BJP വളർന്നുകൊണ്ടിരിക്കുന്നത്, വർഗീയ പാർട്ടി വളർന്നുകൊണ്ടിരിക്കുന്നതും. എന്നാൽ തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ അംഗങ്ങളും ഓരോരോ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിൽ ഉൾപ്പെടുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാവുന്ന പരിണിതിയാണിതെന്ന് കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നു. എന്തായാലും സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് മാളയിൽ ഒരു രാഷ്ട്രീയ വിവാദത്തിന് തിരികൊളുത്തി കഴിഞ്ഞു. മീഡിയ ടൈം, മാള.